ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി നമ്മൾ ഫോർക്ക് ഓയിലിലേക്കുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റിയായിരുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോർക്ക് പൈപ്പിന് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഓയിൽ സീൽ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഓയിൽ സീലും പൈപ്പും കൂടി മാറ്റിയാലാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. ഇത് നോക്കുമ്പോൾ അത് എത്ര പ്ലേറ്റിങ്ങിന് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഓയിൽ സീൽ അടിച്ചാൽ നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ച ഓയിൽ സീൽ നമുക്ക് രണ്ടെണ്ണം, അതായത് ഡസ്റ്റ് സീലും ഓയിൽ സീലും കൂടി വരുമ്പോൾ ഒരു പൈപ്പിന് 133 രൂപ ഓയിൽ സീലിന് മാത്രം വരുന്നുണ്ട്. അതേപോലെ ഈ 2 ഓയിൽ സീൽ വേണം നമുക്ക്, അതായത് 2 പൈപ്പിന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ സീൽ, അതിൻ്റെ ലോക്ക്, ഓറിങ്, ഫോർക്ക് ഓയിൽ, ഇത്ര അടക്കമാണ് നമുക്ക് മാറ്റേണ്ട ഐറ്റംസ്. ഇപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ മാറ്റിയാലുണ്ടല്ലോ, മാറ്റിയാലും ഓയിലിലേക്ക് മാറാൻ പോകണില്ല. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫോർക്ക് പൈപ്പിനും എത്ര സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് ഓയിൽ സീൽ ഈ ഭാഗത്ത് കവറാവില്ല. അപ്പോൾ 100% ഓവർഫ്ലോ മറ്റേ ഫോർക്ക് ഓയിലിലേക്ക് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ഫോർക്കിൻ്റെ പൈപ്പും കൂടി മാറ്റി കളയാൻ പറയേണ്ട കേസ്. ഈ സൈഡ് ഈ പൈപ്പിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മാറ്റിയാലാണ് മാറുള്ളൂ. അപ്പോൾ മാറ്റിയാലാണ് ഓയിൽ സീലിൻ്റെ ലീക്ക് മാറുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് ചെയ്യണ്ട, ഓയിൽ സീൽ മാത്രം മാറ്റി റീസെറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്യണത്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്, ഇന്ന രീതിയിലാണ് ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ എന്നുള്ള ദിവസം കറക്റ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെയ്യണ്ടെന്ന് പറഞ്ഞാണ് നമ്മളത് ഒഴിവാക്കിയേക്കണേ. ഫോർക്ക് ഓയിലിലേക്ക് വരും എന്നുള്ള കേസിൽ 100% ഉറപ്പാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മാറ്റേണ്ട സാധനം മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ അഴിച്ച ആ രീതിയിൽ തന്നെ ഓയിൽ സീൽ ഓയിലൊക്കെ മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഓയിൽ സീലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഴിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നമുക്ക് കുത്തി അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് അത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു കേസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഓയിൽ സീൽ മാറ്റിയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ആ രീതിയിൽ സെറ്റാക്കിയേക്കാം. ഫോർക്ക് ഓയിലിലേക്ക് വരും, നമ്മളെ കുറ്റം പറയരുത്. പാർട്സ് ഈ ഫോർക്ക് പൈപ്പ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് അവിടെ തീർന്നു. അപ്പോൾ ആ ഫോർക്ക് പൈപ്പ് രണ്ടെണ്ണം വരുമ്പോൾ 1100 രൂപ താഴെ നമുക്കതിന് 2 പൈപ്പിന് വരാം കേട്ടോ. അപ്പോൾ അത് മാറ്റണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർക്ക് ഓയിലിലേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് വന്ന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീണ്ടും പറയാണ്, നമ്മൾ ഫോർക്ക് ഓയിലിലേക്ക് വരും. ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാർട്സ് മാറ്റേണ്ട പാർട്സ് മാറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കംപ്ലയിൻറ്റ് വരും.